ഇനി നമുക്കൊന്ന് ബീഹാറിലേക്ക് പോകാം. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ആധാർ കാർഡ് മാനദണ്ഡമാക്കാത്തതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചോദ്യം ചെയ്തിരിക്കുകയാണ് സുപ്രീം കോടതി. കമ്മീഷൻ പറയുന്ന 11 രേഖകളിൽ എന്തുകൊണ്ടാണ് ആധാർ കാർഡ് ഒഴിവാക്കുന്നു എന്ന കാര്യത്തിൽ ഈ മാസം 21-നകം സത്യവാങ്മൂലം സമർപ്പിക്കാനാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. ഈ മാസം 28-നാണ് ഹർജികളിൽ വീണ്ടും വാദം കേൾക്കുക. തൗഫീഖ് അസ്ലം വിവരങ്ങൾ നൽകും. തൗഫീഖ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ ബീഹാറിലെ വോട്ടർ പട്ടികയിലെ തീവ്ര പരിശോധനയ്ക്കെതിരെയായിരുന്നു ഹർജി സുപ്രീം കോടതി പരിഗണിച്ചത്. അതിൽ എങ്ങനെയൊക്കെയായിരുന്നു വാദം? അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്രത്തോളം വിമർശനമാണ് നേരിടേണ്ടി വന്നത്? ദിവ്യ, ഗുഡ് മോർണിംഗ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രൂക്ഷമായിട്ട് സുപ്രീം കോടതി ഇന്നലെ വിമർശിച്ചിരുന്നു. കാരണം ആധാർ കാർഡ് ഉൾപ്പെടെയുള്ളവ ഇതിൽ നിന്ന് മാറ്റിയതാണ് അതിൻ്റെ ഒരു പ്രധാന കാരണമായി കോടതി ചൂണ്ടിക്കാട്ടിയത്. 11 രേഖകളായിരുന്നു ഹാജരാക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാറിലെ വോട്ടർമാരോട് ആവശ്യപ്പെട്ടത്. എന്നാൽ ഈ 11 രേഖകളിൽ ആധാർ കാർഡ് ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിനെതിരെയായിരുന്നു പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തുകയും സുപ്രീം കോടതി അടക്കം സമീപിക്കുകയും ചെയ്തത്. അതിലായിരുന്നു ഇന്നലെ കോടതി വിശദമായിട്ട് വാദം കേൾക്കുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് എന്തുകൊണ്ട് ആധാർ കാർഡ് നിങ്ങൾ ആ പട്ടികയിൽ നിന്നും ഒഴിവാക്കി എന്നതിനെക്കുറിച്ച് വിശദമായിട്ട് തന്നെ കോടതി ചോദിക്കുകയുണ്ടായി. എന്നാൽ ആ സമയത്ത് ഒരു കൃത്യമായിട്ടുള്ള മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. ഈ പൗരത്വം തെളിയിക്കാനായിട്ട് ആധാർ കാർഡ് മതിയാകില്ല എന്നുള്ളൊരു മറുപടി മാത്രമായിരുന്നു ഇന്നലെ സുപ്രീം കോടതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയത്. എന്നാൽ അതിൽ വിശദീകരണം പോരാ, വിശദീകരണം കൃത്യമായി തന്നെ എഴുതി നൽകണം എന്നുള്ള കാര്യം സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് എത്രയും വേഗം കോടതിയിൽ നൽകണമെന്നുള്ളൊരു കാര്യമാണ് ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോടതി ആവശ്യപ്പെടുകയും ചെയ്തത്. കോടതിയുടെ ഇടപെടലിനെ പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഈ പട്ടികയിൽ ഈ 11 രേഖകളുടെ പട്ടികയിൽ ആധാർ കാർഡ് കൂടി ഉൾപ്പെടുത്തിയേക്കുമെന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കോടതിയുടെ ഭാഗത്തു നിന്നുള്ള രൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോകുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ അടുത്ത തവണ ഈ കേസ് പരിഗണിക്കുമ്പോൾ ഇതിൽ കോടതി വിശദമായിട്ട് തന്നെ വാദം കേൾക്കുകയും ചെയ്യും. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ തീരുമാനം റദ്ദാക്കണമെന്നായിരുന്നു പ്രധാനമായും ആ കോടതിയിൽ ഹർജിക്കാർ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ അത് റദ്ദാക്കുക അല്ലെങ്കിൽ അതിന് സ്റ്റേ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് സുപ്രീം കോടതി കടന്നില്ല. പകരം വിശദമായി ഇന്നലെ വാദം കേൾക്കുകയും ഈ കോടതിയിൽ ഹർജിക്കാർ ഉന്നയിച്ച പ്രധാന ആശങ്കകൾ കോടതി വിശദമായി പരിശോധിക്കുകയും അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യമായിട്ടുള്ള വിശദീകരണം തേടുകയുമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ കമ്മീഷൻ നൽകുന്ന സത്യവാങ്മൂലം പരിശോധിച്ചതിന് ശേഷമാകും കൂടുതൽ നടപടികളിലേക്ക് കോടതി കടക്കുക. നിരവധി വോട്ടർമാരെ ബാധിക്കുന്ന ഒരു കാര്യമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടായതെന്നാണ് ഹർജിക്കാർ ഇന്നലെ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത്. വളരെ പെട്ടെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഇത്തരമൊരു തീരുമാനമുണ്ടായത്. അതും ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് ഇത്തരമൊരു തീരുമാനമുണ്ടാവുകയും ജാതി സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ആളുകളോട് ചോദിക്കുക എന്നുള്ളത് ഒരു വലിയ പ്രതിസന്ധിയുള്ളൊരു കാര്യമാണ്. വളരെ വേഗം അത് ലഭിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഈ തീരുമാനത്തിൽ നിന്ന് കമ്മീഷൻ പിന്മാറണം, അല്ലെങ്കിൽ കമ്മീഷന്റെ ആ തീരുമാനം സ്റ്റേ ചെയ്യണമെന്നായിരുന്നു ഹർജിക്കാർ കോടതിയിൽ ആവശ്യപ്പെട്ടത്. കോടതി ഹർജി വളരെ വേഗം പരിഗണിക്കാമെന്ന് ഹർജിക്കാർ അറിയിക്കുകയും ഇന്നലെ ഈ ഹർജി പരിഗണിക്കുകയുമായിരുന്നു. എന്നാൽ ഹർജിക്കാരന്റെ പ്രധാന ആവശ്യം ഇത് സ്റ്റേ ചെയ്യണമെന്നായിരുന്നു. എന്നാൽ അതിലേക്ക് കോടതി കടന്നില്ല. ഇനിയിപ്പോൾ 28-ാം തീയതി കേസ് പരിഗണിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സത്യവാങ്മൂലം വിശദമായി തന്നെ പരിശോധിക്കുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും ഇതിൽ ഏതെങ്കിലും ഒരു തീരുമാനം കോടതിയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം എത്തുകയുള്ളൂ. ഇനി ഒരു പക്ഷേ ആധാർ കാർഡ് എന്തായാലും ഹർജിക്കാരുടെ ആശങ്കകളെല്ലാം തന്നെ വിശദമായി സുപ്രീം കോടതി കേൾക്കുകയും അതിൽ നിർദ്ദേശങ്ങൾ നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനമായി ഈ രേഖകളെ കുറിച്ചായിരുന്നു. എന്തുകൊണ്ടാണ് ആധാർ കാർഡ് ഈ 11 രേഖകളിൽ ഉൾപ്പെടുത്താത്തത് എന്ന ചോദ്യം സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിട്ടുണ്ട്. അതിനെന്തായാലും ഈ 28-ന് വീണ്ടും ഹർജി പരിഗണിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു വിശദീകരണം നൽകേണ്ടി വരും.